മേടൻ കൂറുകാര്, മേടക്കൂറുകാരെ സംബന്ധിച്ച് അശ്വതി ഭരണി കാർത്തികയുടെ കാൽഭാഗം. അപ്പോൾ ഇവരെ സംബന്ധിച്ച് മൂന്നിലേക്കാണ് വ്യാഴത്തിൻ്റെ വരവ്. അപ്പോൾ വ്യാഴം ഇത്ര നാളും നിങ്ങൾക്ക് വ്യാഴം 2-ലായിരുന്നു. അപ്പോൾ ഏറ്റവും നല്ലൊരു ഭാവമാണ് 2-ാം ഭാവം. അവിടെ നിന്ന് 3-ലേക്ക് ബുധൻ്റെ ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്. അപ്പം നമ്മൾ ഈ വ്യാഴം 2-ലേക്ക് നിൽക്കുമ്പോൾ കുറേ കണക്ക് കൂട്ടലുകളൊക്കെ ആയിട്ട് നമ്മൾ പോയിരുന്നു. അതിൽ ഒരു ചെറിയ മാറ്റം വരുന്നൊരു സമയമാണ് 3-ലെ വ്യാഴം. അപ്പോൾ 3-ലെ വ്യാഴം ബുധൻ്റെ ക്ഷേത്രമാണ്. അപ്പോൾ അവിടെ നമ്മുടെ കണക്കുകൾ, ബുധൻ എപ്പോഴും കണക്കിൻ്റെ കാരകത്വമുള്ള ഒരാളാണ്. അപ്പം നമ്മൾ കണക്ക് കൂട്ടി വെച്ചിരുന്ന സാമ്പത്തിക മേഖലയിൽ നിന്നൊക്കെ ഇത്തിരി അങ്ങോട്ട് ചലനങ്ങളൊക്കെ മാറ്റാനായിട്ടുള്ള ഒരു സമയം, സാഹചര്യമൊക്കെ ഉണ്ടാവും. അപ്പോൾ മാനസികമായിട്ട് നമുക്കൊരു മുറവിളി കൂട്ടുക എന്ന് പറയില്ലേ, സാമ്പത്തികമായിട്ട് നമ്മൾ കരുതി വെച്ചിരിക്കുന്ന ധനം കിട്ടായ്ക വരികയോ, ഒരാൾക്ക് കൊടുത്ത് ഏൽപ്പിച്ചിരിക്കുന്ന ധനം കിട്ടാണ്ട് വരികയൊക്കെ ചെയ്താൽ നമുക്ക് സ്വാഭാവികമായിട്ടും നമുക്കൊരു ടെൻഷൻ വരും. അപ്പം അങ്ങനെയൊക്കെ ചെറിയൊരു മാറ്റമൊക്കെ വരുന്നൊരു സമയമാണ് ഈ മെയ് 14-ാം തീയതിക്ക് ശേഷം. അപ്പോൾ അതിനെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് കരുതിയിരിക്കുക. നമ്മളൊരാൾക്ക് കടം കൊടുക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ 2-ാം ഭാവത്തിലിരിക്കുമ്പോൾ കൊടുക്കുന്നൊരു ധനം ആണ്. അപ്പോൾ അത് ആ സമയത്തിന് തന്നെ എത്രയും വേഗം കിട്ടാനൊക്കെ വേണ്ടി വ്യാഴനെ തന്നെ പ്രാർത്ഥിക്കുക. മനസ്സിൻ്റെ കാരകത്വമാണ് വ്യാഴം 3-ല്. അപ്പോൾ എപ്പോഴും ടെൻഷനായിരിക്കും. ചെറിയൊരു കാര്യം മതി. ഇപ്പോൾ സാമ്പത്തികം മാത്രമല്ല, ഇപ്പോൾ ഒരു കുട്ടികളുടെ കാര്യമാണെങ്കിലും വേറെ എന്തെങ്കിലും ഒരു ചെറിയൊരു കാര്യം കിട്ടിയാൽ നമുക്ക് ടെൻഷൻ ആയിട്ട് വരും. അപ്പോൾ ആ ടെൻഷനൊക്കെ മാറുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ വിഷ്ണു ക്ഷേത്രത്തിൽ പോവാം. പിന്നെ ഗണപതി ഹോമം കൊടുക്കുക, അല്ലെങ്കിൽ ഗണപതിക്ക് ഒരു കറുകമാല കൊടുക്കുക. മിഥുനം രാശിയിലായതുകൊണ്ട് ശ്രീരാമചന്ദ്രൻ ഇരിക്കുന്ന ക്ഷേത്രങ്ങളിൽ പോയിട്ട് ഒരു മീനൂട്ടൊക്കെ സമർപ്പിക്കുക. ഹനുമാന് ഒരു വടമാലയൊക്കെ സമർപ്പിച്ച് കഴിഞ്ഞാൽ ഈ ടെൻഷനൊക്കെ ഒന്ന് കുറവ് കിട്ടും. മാസത്തിലൊരിക്കൽ പോയാൽ മതി. മേടം രാശിക്കൂറുകാരെന്ന് പറഞ്ഞാൽ തന്നെ ചൊവ്വയുടെ ക്ഷേത്രമാണത്. ഇത്തിരി മനോബലമൊക്കെ കൂടിയവരാണ്. എന്നിട്ട് പോലും അവരെ ഇത്തിരി കുറയ്ക്കാനായിട്ട് ഈ 3-ലെ വ്യാഴം വരുന്നതാണ്.